ഹായ് ഫ്രണ്ട്സ്, ഇത്തവണ ഒരു സ്പെഷ്യൽ പ്ലേസാണ് നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി ചൂസ് ചെയ്തത്. എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും ഉണ്ടായിരുന്നു, വിഘ്നേഷും ജിംനയും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 5:30 ഒക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. സൺറൈസ് കാണാമെന്നായിരുന്നു പ്ലാൻ, പക്ഷേ അതെന്തായാലും കിട്ടത്തില്ല എന്ന് ഉറപ്പായിരുന്നു. അത്യാവശ്യം ഒരു 60 to 70 അറൗണ്ട് കിലോമീറ്റേഴ്സ് നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ ചെറുങ്ങനെ സണ്ണിൻ്റെ ആ ഒരു ഷൈനിങ് ഒക്കെ വന്നു തുടങ്ങി. പിന്നെ നല്ല അത്യാവശ്യം മോർണിംഗ് ആയതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. കുറച്ച് ഹൈവേയിലൂടെയൊക്കെ കാണുന്ന ബിൽഡിങ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ ഒരു വെളിച്ചത്തിനും കൂടെ ഇതിൽ എഫക്റ്റിലായിരിക്കും. പിന്നെ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഫുൾ ഫോഗ് കിട്ടാൻ തുടങ്ങി. മൊത്തത്തിൽ ഫോഗാണ്, കാണാനും പറ്റണില്ല. മുന്നത്തൊക്കെ ഒരു ഏട്ടൻ പറയും ഒരു കാൽക്കുലേഷനിലങ്ങ് പോവുകയാണെന്നൊക്കെ പറയും. അവിടെ നല്ല തണുത്തൊരു വഴിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ആക്ച്വലി തുംകൂർ, മുംബൈ, മാംഗ്ലൂരൊക്കെ പോകുന്ന ഹൈവേ ആണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത്. ആ റൂട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ വഴി കിട്ടും. നമ്മൾ മലയിലേക്ക് ഡയറക്റ്റ് പോകുന്ന വഴിയത്. ആ കാണുന്ന മല കണ്ടോ, അതാണ് നമ്മൾ കയറാൻ പോകുന്ന മല. അതിൻ്റെ ടോപ്പിലെത്തണം. അത് കുറച്ച് പരന്ന് കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അടുത്താണെന്ന്, പക്ഷേ അല്ല, അത് കുറേ ദൂരം പോകാനുണ്ട്. അത്ര 6 കിലോമീറ്റർ അറൗണ്ട് നമുക്ക് നടക്കാനുണ്ട് മലയിലേക്ക്. പിന്നെ നമ്മൾ ചെന്നപാടിന് അത്യാവശ്യം ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ചെന്നപാട് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. കുറേ അന്വേഷിച്ച് നടന്നായിരുന്നു, കാരണം അവിടെ പുളിയോഗര, ലെമൺ റൈസൊക്കെയാണ് അധികം ഉണ്ടായിരുന്നത്. പിന്നെ അവസാനം ഒരു പൂരി കിട്ടുന്ന ഒരു കട കിട്ടി. കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പൂരി കിട്ടുന്ന കടയിൽ കിട്ടാൻ പറ്റും. പിന്നെ നമ്മൾ മല സ്റ്റാർട്ട് ചെയ്തു. ആ പേരിലുള്ള പോലെ തന്നെ ടോപ്പിലൊരു ശിവൻ്റെ അമ്പലമാണുള്ളത് നമുക്ക്. അപ്പം ആദ്യത്തേതൊക്കെ കുറച്ച് സ്റ്റെപ്സും പിന്നെ കുറച്ച് ഇടിഞ്ഞ് പൊളിഞ്ഞ പണ്ടത്തെ ബിൽഡിങ്സും അതൊക്കെ അമ്പലങ്ങളായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ ചുമ്മാ ഹിസ്റ്ററീസൊക്കെ കുറച്ച് നമ്മളായിട്ട് മെനഞ്ഞെടുത്ത ഹിസ്റ്ററിയൊക്കെ പറഞ്ഞ് അങ്ങനെ കഥയൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഉഷാറൊക്കെ ആയിരുന്നു എല്ലാവർക്കും. പക്ഷേ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ക്ഷീണവും അതൊക്കെ നമുക്ക് പതുക്കെ, ഒന്നാമത്തെ വെയിലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ പോകുന്ന ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്സിമം രാവിലെ പോവുക. പിന്നെ അത്യാവശ്യം നല്ല ദൂരമുണ്ട്, അറൗണ്ട് 6 കിലോമീറ്റേഴ്സ് തന്നെ നടക്കാണ്ട്. താഴേന്ന് അവർ പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ പറ്റിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നടന്നു തുടങ്ങിയപ്പോൾ മനസ്സിലായത് ഭയങ്കര ദൂരമൊക്കെ ഉണ്ട് നടക്കാൻ. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ സ്റ്റെപ്സ് ഉള്ളൂ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ. ബാക്കി എല്ലായിടത്തും ഇങ്ങനത്തെ പാറക്കെട്ടുകളാണ്. ആ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. അത് നടക്കാനൊക്കെ നല്ല സുഖം, നമ്മൾ അത്ര ടയേർഡ് ആവത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ റെസ്റ്റ് പ്ലേസസും ഉണ്ട് കേട്ടോ, നമുക്ക് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ടർ വാങ്ങിക്കാം, അവിടെ കുറച്ച് കഴിക്കാൻ പൈനാപ്പിൾസ്, വാട്ടർമെലണൊക്കെ അവർ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതാണ് നമ്മൾ ഒരു പകുതി എത്തിയപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കണ്ടത്. അത്യാവശ്യം കുറച്ച് നല്ല വ്യൂ നമുക്ക് കിട്ടും. പിന്നെ ഈ നദി ഒഴുകുന്ന പോലെ മലയുടെ ഇടയിലൂടെ കാണില്ലേ, അതാണ് നമ്മൾ കയറാൻ പോകുന്ന ട്രക്ക് ചെയ്യാൻ പോകുന്ന ആക്ച്വൽ പ്ലേസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ട്രക്കിങ് തന്നെയാണ്. ഓൾമോസ്റ്റ് 45 ഡിഗ്രിയിലാണ് ആ ഒരു വഴി അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ പാറക്കെട്ടുകൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പിടിച്ച് കയറി പോവും. കറക്റ്റ് നേരെയുള്ള കുറേ സ്ലോപ്സ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം കുഴപ്പമില്ല, ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും നമ്മൾ പതുക്കെ കയറി. വിഘ്നേഷ് എല്ലാത്തിലും ഫസ്റ്റ് എത്താൻ വേണ്ടിയിട്ട് ആദ്യമേ കയറിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഷ്ടപ്പെട്ട് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ കിട്ടുക. ആ ഒരു സിറ്റി മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ടുള്ള അടിപൊളി വ്യൂ. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുക, എൻജോയ് ചെയ്യുക, വിസിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.